സംസ്ഥാനത്ത് പല സംഭവങ്ങൾക്കും ക്ഷാമമുണ്ട്, പല സാധനങ്ങൾക്കും ക്ഷാമമുണ്ട്. ഇപ്പം മറ്റൊരു സാധനത്തിനൂടെ ഈ ക്ഷാമമുണ്ട്, IAS ഉദ്യോഗസ്ഥന്മാർക്ക്. എന്നാൽ ഈ ക്ഷാമം കടുത്തു വരുമ്പോഴും പ്രൊമോഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ നടപടിയില്ലെന്നാണ് പരാതി വരുന്നത്. സംസ്ഥാനം ആവശ്യപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകാറുണ്ട്. പക്ഷേ ശുപാർശ നൽകാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല. സ്ഥാനക്കയറ്റം വൈകുന്നത് മൂലം പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ 4-ലേറെ അധിക ചുമതലകളാണ് വഹിക്കുന്നത്. ഒരാൾക്ക് 4 വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. സംസ്ഥാനത്തെ സുപ്രധാന വകുപ്പുകളും പദ്ധതികളും മന്ദഗതിയിലാകുന്നത് സാമ്പത്തിക ഞെരുക്കം കൊണ്ട് മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്ഷാമവും അധിക ചുമതലകളും കൊണ്ടുകൂടിയാണ്. സിവിൽ സർവീസിലെ സുപ്രധാന പദവികളിൽ 3-1 ഒഴിഞ്ഞുകിടക്കുന്നു. 8 ചീഫ് സെക്രട്ടറി പദവിയും 14 പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയുമാണ് സംസ്ഥാന IASലുള്ളത്. ഡോക്ടർ വി വേണു വിരമിച്ച ശേഷം ആ ഒഴിവിലേക്ക് പുതിയ ആൾക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടില്ല. 1995 ബാച്ചിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥന് ഇല്ലാത്തതുകൊണ്ടും 96 ബാച്ചിലെ സീനിയർ ഉദ്യോഗസ്ഥനായ മിൻഹാജ് ആലം കേന്ദ്ര സർവീസിൽ നിന്ന് തിരികെ വരാത്തതുകൊണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം നടക്കാതെ പോയത്. 96 ബാച്ചിൽ സംസ്ഥാനത്തുള്ള APM മുഹമ്മദ് ഹനീഷിനെ 30 കൊല്ലം സർവീസ് തികയാത്തതുകൊണ്ട് സ്ഥാനക്കയറ്റത്തിന് പരിഗണിച്ചില്ല. മിൻഹാജ് ആലത്തിനും മുഹമ്മദ് ഹനീഷിനും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായി സ്ഥാനക്കയറ്റം നൽകിയില്ലെങ്കിൽ ഇപ്പോൾ 7 പേർ മാത്രമായ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ എണ്ണം വീണ്ടും കുറയും. കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ KS ശ്രീനിവാസും റാണി ജോർജും വരുന്ന മാസങ്ങൾ വിരമിക്കുകയാണ്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിൽ മിൻഹാജ് ആലമും മുഹമ്മദ് ഹനീഷും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരാകുന്നതോടെ പിന്നെ 3 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ സംസ്ഥാന സർവീസിലുണ്ടാകൂ. 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്നവർക്കാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകുന്നത്. 2002 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥർ 25 വർഷം പൂർത്തിയാക്കുന്നതുവരെ സംസ്ഥാനത്ത് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുണ്ടാകില്ല. അതിന് 2027 വരെ കാക്കണം. ഈ സാഹചര്യത്തിലാണ് IAS ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.